നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അക്കുച്ചേട്ടനെ നീ ജോലി കൊടുത്ത് കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അക്കുച്ചേട്ടന്റെ മനസ്സില് ശ്രേയ ഉണ്ടായിരുന്നതുകൊണ്ടാ എല്ലാം കേട്ട് അനുസരിച്ച് നിന്നെന്ന് നീ കരുതിയോ? അക്കുച്ചേട്ടന് സ്വന്തം ജോലിയോടുള്ള ഇഷ്ടം, സിൻസിയറിറ്റി, അതൊക്കെ കൊണ്ടാ. അല്ലാതെ കാമുകി ശ്രേയ പറഞ്ഞതുകൊണ്ട് അനുസരിച്ച് നടന്നതല്ല. മതി, നിർത്ത്. ആകാശിനെയും എന്നെയും ഞങ്ങളുടെ സ്നേഹത്തെ പറ്റിയൊക്കെ നിനക്ക് എന്തറിയാം? എനിക്കറിയാം ശ്രേയ, എല്ലാം അറിയാം. നിനക്ക് കല്യാണം എന്നാൽ എന്താണെന്ന് അറിയില്ല, താലി എന്താണെന്ന് പോലും അറിയില്ല. നിനക്കത് വെറും ഒരു മാലയായിരിക്കും. അതുകൊണ്ടാണല്ലോ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിയാൻ നീ ആഗ്രഹിച്ചത്. ഇത് താലി, രണ്ട് ഹൃദയങ്ങളെ ഒന്നാക്കുന്ന ദൈവത്തിന്റെ കൈ. എന്റെ കഴുത്തിൽ ഈ താലി എപ്പോ അക്കുച്ചേട്ടൻ കെട്ടിയോ, ആ നിമിഷം അക്കുച്ചേട്ടന്റെ മനസ്സിൽ നിന്ന് നിന്നെ വലിച്ചെറിഞ്ഞു. ആകാശിന് ഒരിക്കലും അവന്റെ മനസ്സിൽ നിന്ന് എന്നെ വലിച്ചെറിയാൻ കഴിയില്ല. അവന്റെ മനസ്സിലും ഓർമ്മകളിലും ഇപ്പോഴും ഞാനുണ്ട്. ആരുടെയും മുന്നിൽ അവനത് പറയുന്നില്ലെന്നേ ഉള്ളൂ, എന്നോട് പോലും. അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഒരു ദിവസം ഞാൻ പുറത്തു കൊണ്ടുവരും. അത് കാണാനും കേൾക്കാനും നീ കാത്തിരുന്നു. ശ്രേയ, ഇപ്പോ ഈ നിമിഷം ഞാൻ പറയാം, ലോകത്തിലെ ഒരു ശക്തിക്കും, അത് ദൈവമായാലും ശരി, എന്റെ അക്കുച്ചേട്ടനെ എന്നിന്ന് പിരിക്കാനാവില്ല. നീ അത് സ്വപ്നം കണ്ടിരുന്നു. ആകാശിന്റെ കൂടെ ജീവിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. കാണാം നമുക്ക്. എന്റെ വീട്ടിൽ വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടിയടി? എന്റെ അക്കുച്ചേട്ടനെ കൊണ്ട് ഒരു വെയിലത്ത് വണ്ടി തള്ളിച്ച് തലകറങ്ങി വീഴാനുള്ള അവസ്ഥ ഉണ്ടാക്കാൻ നീ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അതിനപ്പുറം ധൈര്യമുണ്ട് എനിക്ക്. ഇത് ഞാനെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ആലോചിക്കുന്ന. എന്റെ അക്കുച്ചേട്ടനെ എന്ത് സംഭവിച്ചാലും ഞാൻ അറിയും. അക്കുച്ചേട്ടനെ നീ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കിയാലും ഞാനത് കണ്ടുപിടിക്കും. ഈ ഒരു തവണ മാത്രമല്ല, ഇതിനു മുമ്പ് നീ അക്കുച്ചേട്ടനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇനി 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 ഒരു തവണ ഇങ്ങനെ ഉണ്ടായ സംസാരിക്കാൻ ആയിരിക്കില്ല ഞാൻ വരുന്നത്. നീ ആരടി എന്നെ ഭീഷണിപ്പെടുത്താൻ? അയ്യോ, ഞാനൊരു പാവമാണേ. നീയല്ലേ വലിയ ചീഫ് എഞ്ചിനീയർ. ആ പൊസിഷനുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നടന്നാ നിനക്ക് നല്ലത്. കുട്ടനാട്ടുകാരി, തുണിക്കച്ചവടക്കാരി എന്നൊക്കെ പുച്ഛത്തോടെ പറഞ്ഞ് നടക്കാറില്ല നീ. ആ കുട്ടനാടുകാരി അവളുടെ ജീവിതത്തിന് വേണ്ടി ഏതറ്റം വരെയും പോവും. ചിന്തിക്കും. ഇത്രയൊക്കെ പറഞ്ഞ നിന്നോടിനി ഞാൻ പറയാം. ആകാശിന്റെ ജീവിതത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും നിന്നെ ഇറക്കി വിട്ട് നീ ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനത്ത് ഞാൻ ഇരിക്കുന്നത് കാണിച്ചു തരാം. ഇത് ശ്രേയയുടെ വാശിയാ, ചലഞ്ചാ. ഏറ്റെടുക്കുന്നു? അത് ഈ ജന്മത്തിലെന്നല്ല, വരാൻ പോകുന്ന ജന്മത്തിലും നിന്നെ കൊണ്ടതിന് കഴിയില്ല. മരണത്തിനല്ലാതെ അക്കുച്ചേട്ടനെ എന്നിൽ നകറ്റാനാവില്ല. നിന്റെ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു.